Hi friends, welcome back to the Taste Buds. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കള്ളപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. നാടൻ രീതിയിൽ കള്ളൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കള്ളപ്പമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ കള്ളപ്പത്തിന് വേണ്ടിയിട്ടുള്ള പച്ചരി നമുക്ക് ആദ്യമേ ഒന്ന് കുതിർക്കാനായിട്ടിടണം. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യമേ നമുക്ക് ഈ പച്ചരി നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം. അപ്പോൾ ഞാൻ ഒരു 3 തവണ ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഒരു 4 മണിക്കൂർ കുതിർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ദാ ഒരു 3-4 തവണ കഴുകിയതിന് ശേഷം ഞാൻ അരിയിലേക്ക് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 4 മണിക്കൂർ കുതിർന്നതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാൻ. അപ്പോൾ ഈ ഒരു അരി നമ്മളൊരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ കപ്പിലേക്ക് കുറച്ച് അരി ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. 2 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 തവണയായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യമേ കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അതിന് ശേഷമാണ് ബാക്കി നമ്മൾ കള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കപ്പി കാച്ചാനുള്ളത് ആദ്യമേ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യമേ ഞാൻ ഫസ്റ്റ് ബാച്ച് പച്ചരി മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു 1.5 തവി പച്ചരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് കപ്പി കാച്ചാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ അരച്ചെടുത്തതിൽ നമ്മൾ ഒരു 1.5 തവി ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള 1.5 തവി അരി അരച്ചതിലേക്ക് നമ്മളൊരു 4 തവി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ലൂസായിട്ടാണുള്ളത്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് ഫ്ലെയിം ഒന്നും കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതിനെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ അരി അരച്ച് കഴിയുമ്പോൾ നമ്മൾ കപ്പി കാച്ചി വെക്കുകയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ ബാക്കി അരിയൊക്കെ അരച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു കപ്പിയൊക്കെ നന്നായിട്ട് തണുത്ത് വരത്തുള്ളൂ. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യമേ നമ്മൾ അരച്ചെടുത്ത അരിയിൽ കപ്പി കാച്ചി വെക്കുക. അപ്പോൾ ഇപ്പം നമ്മുടെ കപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് കുറുകി വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള അരിയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു അരി അരച്ചെടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ അരി അരച്ചതുപോലെയല്ല, ഇതിൽ നമ്മൾ കള്ള് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് കള്ള് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു 1/2 ഗ്ലാസ് കള്ള് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കള്ളും ചേർത്തിട്ടാണ് രണ്ടാമത്തെ ബാച്ച് അരി നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ അരി ഒന്ന് പകുതി അരഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് 1 തവി ചോറും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കള്ളപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചോറും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ചോറും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുഴുവൻ അരിയും അരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ 1 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജീരകമാണ് വേണ്ടത്. അത് നമ്മൾ 1/2 ടീസ്പൂണിൽ താഴെ ജീരകവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ജീരകം ഉണ്ടാവും. നല്ല ജീരകമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ജീരകവും ചേർത്തിട്ട് ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ തേങ്ങയൊക്കെ ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരഞ്ഞു പോകരുത്. ചെറിയ തരിയോടുകൂടി തന്നെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇനി തേങ്ങ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളമോ കള്ളോ ഒന്നും ചേർക്കണ്ട. അല്ലാതെ തന്നെയാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അരിമാവിലേക്ക് നമ്മളുടെ കപ്പി കാച്ചിയത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പി കാച്ചിയത് ഈ സമയമായപ്പോഴേക്കും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് തണുത്ത് വന്നപ്പോൾ നേരത്തേതിലും കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ടുമുണ്ട്. ഇനി നമ്മളിതിലേക്ക് തേങ്ങ അരച്ചെടുത്തതും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. തേങ്ങ ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടൊന്നുമില്ല. തേങ്ങ നമ്മൾ അരച്ചെടുത്തപ്പോൾ അതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഈ ഒരു മാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് കൈകൊണ്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ തവി കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടല്ല അരച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല തിക്കായിട്ടാണുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള കള്ള് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ അരി അരച്ചപ്പോൾ അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് കള്ള് ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് വീണ്ടും ഞാൻ ഒരു 1/4 ഗ്ലാസ് കള്ളും കൂടി ചേർത്ത് 1/4 ഗ്ലാസ് കള്ളാണ് നമ്മൾ മൊത്തത്തിൽ ഈ ഒരു കള്ളപ്പത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തു. അപ്പോൾ കള്ളപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പുളിക്കാനായിട്ട് ഒരു 8 മണിക്കൂർ മൂടി വയ്ക്കണം. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കള്ളപ്പം ഉണ്ടാക്കാം.
അപ്പോൾ നമ്മൾ കള്ളപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ട് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, നന്നായിട്ട് തന്നെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ കള്ളപ്പം ആയതുകൊണ്ട് ഒരുപാട് മധുരമുള്ള അപ്പം അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരണം, അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ പഞ്ചസാരയൊക്കെ ഒന്ന് അരിഞ്ഞതിന് ശേഷം വേണം നമ്മൾ മൂടി വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് തന്നെ ഇളക്കി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഉപ്പും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുള്ള മാവാണ്. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാവും, അപ്പോഴേക്കും നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കരുത്. ഇനി നമുക്ക് ഒന്ന് കള്ളപ്പം ഉണ്ടാക്കണം. അതിനായിട്ട് ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തു. അതിനുശേഷം മാവ് മുകളിൽ നിന്ന് തന്നെ കോരിയിട്ട് നമ്മൾ ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കള്ളപ്പം ഒരുപാട് അങ്ങ് പരത്തി കൊടുക്കുകയൊന്നും വേണ്ട, തവി വെച്ചിട്ട് പതിയെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതിയാവും. എന്നിട്ട് കള്ളപ്പത്തിൻ്റെ മുകളിൽ ചെറുതായിട്ട് ബബിൾസൊക്കെ ഒന്ന് വന്ന് കഴിയുമ്പോഴേക്കാണ് നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ തീ ഒരുപാട് അങ്ങ് കുറച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് മുകളിൽ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ മൂടി വെച്ച് ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കള്ളപ്പത്തിൻ്റെ ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും ഒന്ന് കുക്കായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള കള്ളപ്പവും ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ദോശക്കല്ലിൽ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ ദോശക്കല്ലിൽ എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ സ്റ്റൗ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, സ്റ്റൗ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കുക. മാവ് ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങ് പരത്തി കൊടുക്കരുത്, പതിയെ ഒന്ന് പരത്തി കൊടുക്കുകയോ ചെയ്യാവുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ബബിൾസൊക്കെ ഒന്ന് വന്ന് തുടങ്ങുമ്പോഴേക്കും മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് കുക്കായി വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് കുക്കായി വന്ന് കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പമാണ്. നമ്മൾ നാടൻ രീതിയിലാണ് ഈ ഒരു കള്ളപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീണ്ടും ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക്